സ്തോത്രം. മഹാനും ഭയങ്കരനുമായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഇങ്ങനെ ദൈവവചന പഠനത്തിനായി വീണ്ടും കൂടുവാൻ ദൈവം അവസരങ്ങളെ തന്നുവല്ലോ. നമ്മുടെ പ്രിയ സഹോദരങ്ങളുടെ ഒക്കെ സഭകളിൽ യോഗങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഹാജർ അല്പം കുറവുള്ളത്. കർത്താവ് അവരെയും എല്ലാവരെയും അതാതിടങ്ങളിൽ സഹായിക്കട്ടെ. കൂടാതെ സമയവും നമ്മുടേത് ഈ ദിവസങ്ങളിലേക്ക് മാറ്റിയല്ലോ. നാളെയും കൂടെ നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ക്ലാസ് ഉണ്ട്. നാളെ കഴിഞ്ഞിട്ട് 1-ാം തീയതി വരെ നമുക്ക് അവധിയാണ്, നമ്മുടെ ആനുവൽ വെക്കേഷൻ. 29, 30, 31, 1, 4 ദിവസങ്ങളിൽ നമുക്ക് പിന്നീട് ക്ലാസ് ഉണ്ടാവുകയില്ല. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ 2-ാം തീയതി വീണ്ടും നാളേക്ക് ശേഷം, നാളെ ക്ലാസ് ഉണ്ട്, നാളെ കഴിഞ്ഞ് പിന്നെ 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ക്ലാസ്. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. നെറ്റ്വർക്കിന്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട്, അതും സദയം ക്ഷമിക്കുമല്ലോ. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ പഠനം തുടരാം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് സർദീസിലെ സഭയോടുള്ള ദൂതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് സർദീസിലെ സഭ ജീവനുള്ളതെന്ന് പേരുണ്ടായിരുന്നെങ്കിലും ചത്ത സഭയായിരുന്നു. ആ സഭയ്ക്കുള്ള കൽപ്പനകളാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൽ 1-ാമത്തെ കൽപ്പന നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. സ്തോത്രം. ഉണർന്നുകൊള്ളുക. 2-ാമത്തേത് നാം ഇന്നലെ കണ്ടു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മരണാസന്നമായി കിടക്കുന്ന ഒരൽപ്പം പ്രതീക്ഷ മാത്രം ബാക്കിയുള്ള അവസ്ഥയാണ്. അതും കൂടെ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് നിരന്നുകൊള്ളേണ്ടതിന്, ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നതാണ് നാം കേട്ടത് സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ. ഇന്ന് 3-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനു മുൻപ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. അസ്ത്രങ്ങളിലെ പാപം എന്ന് പറയുന്നത്, പാപം എല്ലാം മരണത്തിനായിട്ടുള്ളതാണല്ലോ. എല്ലാം പാപത്തിന്റെ ശമ്പളം മരണമല്ലേ. അപ്പം മരണത്തിനല്ലാത്ത പാപവും മരണത്തിനായിട്ടുള്ള പാപവും എന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പാപത്തിന്റെ മുഴുവൻ, എല്ലാ പാപത്തിന്റെയും ശമ്പളം മരണം തന്നെയാണ്. എന്നാൽ ആ പാപങ്ങളെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്,
പാപങ്ങളെ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ രണ്ട് എന്ന് പറയുന്നത് മനഃപൂർവം ചെയ്യുന്ന പാപങ്ങളും മനഃപൂർവം അല്ലാത്ത പാപങ്ങളും. ഡെലിബറേറ്റ് സിൻസ് ആൻഡ് സിൻസിയർ സിൻസ്. കരുതിക്കൂട്ടി ചെയ്യുന്ന പാപമുണ്ട്. എന്നാൽ പിന്നെ ഈ മുറിഞ്ഞായിരുന്നോ? ഓക്കെ, കേട്ടോ? എന്നാലും കേട്ടു. ഓക്കെ. അപ്പം രണ്ട് തരം അല്ലെങ്കിൽ രണ്ട് ആയിട്ട് പാപങ്ങളെ തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ പിരിവാണ് ഡെലിബറേറ്റ് സിൻസ് അഥവാ മനഃപൂർവ്വ പാപങ്ങൾ. മറ്റൊന്ന് ആക്സിഡന്റൽ യാ സിൻസിയർ സിൻസ്, മനഃപൂർവമല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്ന പാപങ്ങൾ. ഉദാഹരണത്തിന്, യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത് മനഃപൂർവം ചെയ്ത പാപമാണ്. അതേസമയം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് നേരത്തെ ചിന്തിച്ച് അങ്ങനെ ചെയ്യണം എന്ന് കരുതിക്കുട്ടി ചെയ്തതല്ല, അന്നേരം അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ രണ്ട് എന്ന് പറയുന്നത് നിത്യതയെ ബാധിക്കുന്നതും നിത്യതയെ ബാധിക്കാത്തതുമായ പാപങ്ങൾ. ചില പാപങ്ങൾ നമ്മുടെ രക്ഷയെ അല്ലെങ്കിൽ നിത്യതയെ ബാധിക്കുന്നതാണ്. ആ പാപങ്ങൾ ചെയ്താൽ നിത്യത നമുക്ക് നഷ്ടപ്പെടും, രക്ഷ നഷ്ടപ്പെടും, ദൈവത്തോടു കൂടെയുള്ള വാസം നമുക്ക് നഷ്ടപ്പെടും. ബൈബിളിൽ മിക്കവാറുമൊക്കെ പറയുന്ന പാപങ്ങൾ ഏതാണ്ടെല്ലാം അങ്ങനെ തന്നെ ഉള്ളതാണ്. ഇങ്ങേയറ്റം കള്ളം പറയുന്നതും, അതായത് ഭോഷ്ക് പറയുന്നതും, തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നതും ഭിന്നതയും ഒക്കെ ആയിട്ടുള്ള നിസ്സാരമെന്നും സർവ്വസാധാരണമെന്നും നമ്മൾ കരുതുന്ന പാപങ്ങൾ പോലും നിത്യതയെ ബാധിക്കുന്ന പാപങ്ങളാണ്. അതേസമയം മറ്റു ചില പാപങ്ങൾ, ഉദാഹരണത്തിന് പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ്. എന്നാൽ ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വാക്കും തരുന്നു, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ചില്ല എന്ന് കരുതി ദൈവം എന്നെ നരകത്തിലേക്ക് വിടുകയില്ല. സുവിശേഷം അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്, പദവിയാണ്. എന്നാൽ ഞാൻ ഒരാളിനോട് സുവിശേഷം പറഞ്ഞില്ലെന്ന് കരുതി എന്നെ നരകത്തിലേക്ക് വിടുകയില്ല എന്ന നിലയിലെ പാപങ്ങളാണത്. നിത്യതയെ ബാധിക്കാത്ത തരത്തിലെ പാപങ്ങൾ. മൂന്നാമത് ഒരു തരം പാപമാണ്. മൂന്നാമത്തെ വിഭജനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ചോദിച്ച ചോദ്യവുമായി തന്നെ ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റും. മരണത്തിനായിട്ടുള്ള പാപവും മരണത്തിനല്ലാത്ത പാപവും. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ഈ മൂന്നാമത്തേതിനെയും മനസ്സിലാക്കാം. അവിടെ മരണം എന്ന് പറയുന്നത് നിത്യമരണം എന്നുള്ളത് തന്നെയാകാം. ഏത് മരണമാണത്? ശാരീരിക മരണമാണോ നിത്യമരണമാണോ എന്നുള്ളത് വ്യക്തമല്ല അവിടെ. ഏതായാലും ശാരീരിക മരണത്തിനായിട്ടുള്ള പാപം എന്നതിനേക്കാൾ നിത്യമരണത്തിനായിട്ടുള്ള പാപം, കാരണം ക്ഷമിക്കപ്പെടാത്തത് എന്ന നിലയിലാണ്. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് രണ്ടു തരം പാപങ്ങളാണ്. മരണത്തിനായിട്ടുള്ള പാപങ്ങൾ. ഒന്ന്, മനഃപൂർവം ചെയ്യുന്ന പാപങ്ങൾ. എബ്രായർ 10:26 നാം കാണുന്നുണ്ട്,
സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങളുടെ മോചനത്തിനായി വേറെ ഒരു വഴിപാട്, ഒരു യാഗം, ഇനിയും ഒരു ക്രൂശ് ശേഷിക്കുന്നില്ലത്രേ. അപ്പോൾ മനഃപൂർവം ചെയ്യുന്ന പാപങ്ങൾ മരണത്തിനുള്ള പാപങ്ങളാണ്. രണ്ടാമത്തേത് മരണത്തിനുള്ള പാപങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ് കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരുക എന്നുള്ളത്. ഒരുവൻ പാപത്തിൽ വീണു, അവൻ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവൻ പാപത്തിൽ തന്നെ തുടരാനാണ് മനഃപൂർവം തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതവനെ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. അപ്പം ഈ രണ്ട് കൂട്ടം പാപങ്ങളാണ് മരണത്തിനായിട്ടുള്ളത്. ഒന്ന്, മനഃപൂർവം ചെയ്യുന്ന പാപം. രണ്ട്, തുടർമാനമായി പാപത്തിൽ തന്നെ തുടരുക. ചൂസിങ് ടു ബി കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരാൻ വേണ്ടി മനഃപൂർവം തിരഞ്ഞെടുക്കുക. ഈ രണ്ട് പാപങ്ങളാണത്. എല്ലാ പാപങ്ങളും മരണത്തിനു വേണ്ടിയുള്ളത്, അല്ലെങ്കിൽ എല്ലാ പാപത്തിൻ്റെയും ശമ്പളം മരണമാണെങ്കിലും മരണത്തിനായിട്ടുള്ള പാപമെന്ന് യോഹന്നാൻ 1 യോഹന്നാൻ 5:15-16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നവയെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ബോധപൂർവം യൂദായെ പോലെ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപങ്ങൾ, കരുതിക്കൂട്ടി ചെയ്യുന്ന പാപങ്ങൾ. ശൗൽ രാജാവിനെ പോലെ, കയീനെ പോലെ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപങ്ങൾ. രണ്ട്, കയീനെ പോലെ, യൂദായെ പോലെ പാപത്തിൽ അകപ്പെട്ടിരിക്കുന്നെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചുകൊണ്ട് തുടരുന്ന പാപങ്ങൾ. ഇത് രണ്ടുമാണ് മരണത്തിനായിട്ടുള്ള പാപം. അങ്ങനെ ബോധപൂർവം അഥവാ മനഃപൂർവം എനിക്കിത് മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്ത് ചെയ്യുന്ന പാപങ്ങളാണോ, അതിന് പിന്നെ ക്ഷമയില്ല എന്നുള്ളതാണ് സത്യം. ദൈവം അങ്ങനെയുള്ളവരെ പാപത്തിൽ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. വ്യക്തമായോ അത്? വ്യക്തമായി. ഓക്കെ. പക്ഷെ മനഃപൂർവ്വം ഇത് പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പാപം ചെയ്തു, പിന്നീട് മനസ്സിലായി ഇത് ഞാൻ ചെയ്തത് ശരിയല്ല, അന്നേരം കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ക്ഷമ ചോദിച്ചാലോ? അത് തന്നെ, അതിൽ തുടരാതിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ വീണ്ടും സാരമില്ല എന്നും പറഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് മോചനമില്ല. എന്നാൽ അത് സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു, ഉപേക്ഷിക്കുന്നു, ആവർത്തിക്കാതിരിക്കുന്നു എങ്കിൽ കർത്താവ് ക്ഷമിക്കും. അല്ല, അപ്പം ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ അറിഞ്ഞു ഇത് പാപമാണെന്നറിയാൻ പാപം ചെയ്തു, പിന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള വഴിയുണ്ടോ എന്നുള്ളതാണ്. കമ്മിറ്റ് ആൻഡ് കൺഫസ് എന്ന ഒരു തത്വം തുടർന്നാൽ പറ്റില്ല. കമ്മിറ്റ് ആൻഡ് കൺഫസ്, ചെയ്യാം, പിന്നെ ക്ഷമ ചോദിച്ചാൽ മതി എന്നും പറഞ്ഞ് ചെയ്യുന്നത് പറ്റില്ല. ആ വ്യക്തിക്ക് അറിയാം ഇത് പാപമാണെന്ന്. അതും നേരത്തെ കരുതിക്കൂട്ടി, നേരത്തെ കാര്യങ്ങളൊക്കെ ഇണക്കി വെച്ച് അവസരം കാത്തിരുന്ന് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ചെയ്യുന്ന സമയത്ത് പാപമെന്ന് അറിഞ്ഞതും
പാപമെന്ന് അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ കരുക്കൾ നീക്കി വളരെ മുൻപോട്ട് അവസരങ്ങളെ ഒരുക്കിയെടുത്ത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ഷമയില്ലാത്തത് ആ രണ്ടാമത്തെ വകുപ്പിൽപ്പെട്ടതാ. നേരത്തെ തന്നെ പലയാവർത്തി പരിശുദ്ധാത്മാവിൻ്റെ താക്കീതുകളെ അവഗണിച്ച് വചനത്തെ പുറകിലെറിഞ്ഞു കളഞ്ഞിട്ട് സാരമില്ല ഞാനിത് ചെയ്യും എന്നും പറഞ്ഞ് അവസരം കാത്തിരുന്ന് ചെയ്തതാ. അതല്ല ക്ഷമിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് അത് പാപം ആയപ്പോൾ തന്നെ, ഇപ്പോൾ പത്രോസ് തന്നെ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞു. എന്താ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ പത്രോസിന് അറിയത്തില്ലായിരുന്നു പാപമാണെന്ന്? അറിയാമായിരുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമ്പം പത്രോസിന് അറിയാമായിരുന്നു അത് പാപമാണെന്ന്. പക്ഷേ വ്യത്യാസം എന്തുവാ? യൂദായുടെ കൂട്ട് നേരത്തെ ചിന്തിച്ചു വെച്ച് അവസരം പാർത്തിരുന്ന് ചെയ്ത പാപമല്ലത്. 2ാം പ്രാവശ്യവും തള്ളിപ്പറഞ്ഞു. അപ്പോഴും പത്രോസിന് അറിയാമായിരുന്നു. പക്ഷേ 1ാം പ്രാവശ്യം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയും ആരെങ്കിലും ചോദിച്ചാൽ അന്നേരവും ഇങ്ങനെ തന്നെ പറയണമെന്ന് പത്രോസ് ചിന്തിച്ചതല്ല. അങ്ങനെ വന്നുപോയി. ഇതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറയുന്നതും മനഃപൂർവ്വം ചെയ്യുന്ന പാപം എന്നതും തമ്മിലുള്ള വ്യത്യാസം. പാപം ഒരുത്തൻ ചെയ്യുമ്പോൾ ഇത് പാപമാണെന്ന് അവൻ അറിയാം, പക്ഷേ വന്നു പോവുകയാണ്. നേരത്തെ ചിന്തിച്ച് അവസരം പാർത്തിരുന്ന് ചെയ്യുന്നതല്ലത്. അത് കർത്താവിനോട് ഏറ്റു പറയാം നമുക്ക്. കർത്താവേ, സംഭവിച്ചു പോയി, ക്ഷമിക്കണേ, ഇനിയും അത് ചെയ്യില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു രീതിയുണ്ട്, കമ്മിറ്റ് ആൻഡ് കൺഫസ്. അത് തുടരരുത്. ചെയ്യേ, പിന്നെ പോയെങ്കിൽ സോറി പറഞ്ഞാൽ മതി, ചെയ്യേ, സോറി പറഞ്ഞാൽ മതി. അത് ചെയ്യരുത്. ഇപ്പം ട്രാഫിക് നിയമങ്ങൾ, ഇപ്പം ഒരു സിഗ്നൽ ജമ്പ് ചെയ്തു, ആദ്യത്തെ പ്രാവശ്യം ഫൈൻ കൊടുത്തു, 2ാം പ്രാവശ്യം, 3ാം പ്രാവശ്യം, 4ഓ 5ഓ പ്രാവശ്യം ആകുമ്പോഴേക്കും പിന്നെ അവര് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇത്ര പ്രാവശ്യമായി, ജമ്പ് ചെയ്യടാ, ഫൈൻ കൊടുത്താൽ മതി എന്നും പറഞ്ഞ് പോകാൻ സമ്മതിക്കത്തില്ല. അതിനൊരു പരിധിയുണ്ട്. ആ പരിധി ദൈവത്തിന്റെ പക്കൽ എത്രയാണെന്നൊന്നും അറിയത്തില്ല. അതൊന്നും കർത്താവ് അനൗൺസ് ചെയ്തിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുകാർ പറഞ്ഞിട്ടുണ്ട്, ഇത്ര പ്രാവശ്യം ഇന്നതുപോലെ ആയാൽ ഇത്ര നാളത്തേക്ക് ലൈസൻസ് പോവും, ഇത്ര പ്രാവശ്യം ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ പിന്നെ ടെർമിനേറ്റ് ചെയ്യും. ഇതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത് എത്ര പ്രാവശ്യമാണെന്നൊന്നും തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് കമ്മിറ്റ് കൺഫസ് എന്ന ഒരു സംഗതി നമ്മൾ തുടരാൻ പാടില്ല. ഒരുപക്ഷെ മാനുഷികമായ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വീഴ്ച വന്നു എന്ന് കരുതി എല്ലാം പോയി എന്നല്ല. 1 യോഹന്നാൻ 1 ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് പോലെ നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാണ്. കാരണം യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ചെയ്യുക പിന്നെ ക്ഷമ പറഞ്ഞാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിക്കരുത്. പാപത്തിൽ, അതാണ് കണ്ടിന്യൂയിങ് ഇൻ സിൻ, പാപത്തിൽ തുടരുക, അതുണ്ടാവരുത്.
അതാണ് 1 യോഹന്നാൻ 2:1 പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിന്നെ പറയുന്നു, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, എന്ന വക്കീൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നമ്മുടെ മാത്രമല്ല സകലരുടെയും പാപങ്ങൾക്ക് അറ്റോൺമെന്റ്, പ്രൊപ്പീഷിയേഷൻ, പ്രായശ്ചിത്തമാകുന്നു. അല്ല, ഇത് ഞാൻ ഈ ചെറുപ്പക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ട് പാസ്റ്റർമാരുടെ അല്ലെ അവരുടെയൊക്കെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള ജീവിതമൊക്കെ കേട്ടിട്ട് പറയും, ഇവരെല്ലാവരും നല്ല റെഡിക്കെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ് വന്നതല്ലയോ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് രക്ഷിക്കപ്പെടാമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് അത് വീണ്ടും ചോദിച്ചത്. അത് ഇന്നലെ പറഞ്ഞതുപോലെ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ മതി. എപ്പം മരിക്കുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് എപ്പോഴും ഒരുങ്ങിക്കൊള്ളുക. ഒരാൾക്ക് സമയം കിട്ടി 60-ാമത്തെ വയസ്സ് വരെ എന്ന് കരുതി മറ്റൊരാൾക്ക് അതുവരെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇന്നാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇന്ന്, ഇപ്പോൾ എന്ന നിലപാടിൽ നാം രക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു പാസ്റ്റർ, വെരി ക്ലിയർ. സ്തോത്രം. ശരി, നമുക്ക് 3-ാമത്തെ കൽപ്പനയിലേക്ക് പോകാം. സർദീസിനോടുള്ള ബന്ധത്തിൽ 3-ാമത്തെ കൽപ്പനയാണ് നാം കാണുന്നത്. സ്തോത്രം. 3-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുക, മാനസാന്തരപ്പെടുക. ഒടുവിലത്തെ 3 കൽപ്പനകൾ നമുക്ക് അവിടെയുണ്ട്. അതിലൊന്ന് നമ്മൾ 1-ാമത്തേത് കണ്ടു. സർദീസിലെ സഭയോട് കർത്താവ് പറയുന്നു, ഉണർന്നുകൊള്ളുക, ബി വാച്ച്ഫുൾ. 2-ാമത്തേത് നാം ഇന്നലെ കണ്ടു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, സ്ട്രെങ്തൻ ദ തിങ്സ് റിമെയിൻ വിച്ച് ആർ റെഡി ടു ഡൈ. 3-ാമത്തേത് നാം ഇവിടെ കാണുന്നു, remember how you heard and received the things. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക. എഫെസോസിലോടുള്ള ബന്ധത്തിലും എഫെസോ സഭയോടും യേശു കർത്താവ് പറയുകയുണ്ടായി, റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റെസ്റ്റോർ. ഇവിടെയും അതിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാം, റിമെമ്പർ ആൻഡ് റിപ്പന്റ്. അപ്പോൾ ഇവിടെ 3-ാമത്തെ കൽപ്പനയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, റിമെമ്പർ ഹൗ യു ഹേർഡ് ആൻഡ് റിസീവ്ഡ്. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക. പ്രാപിച്ചതും കേട്ടതും എന്താണെന്ന് ഇവിടെ വ്യക്തമല്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, പാപങ്ങളിൽ നിന്നും രക്ഷാനിർണയം പ്രാപിച്ച, എന്നാൽ ഇപ്പോൾ പിന്മാറ്റത്തിൽ അഥവാ ആത്മീയ മരണത്തിലായിരിക്കുന്ന സഭാംഗങ്ങളോടാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ അവരുടെ പ്രീ ക്രിസ്ത്യൻ സ്റ്റേറ്റിൽ നിന്ന്, ക്രിസ്തുവിനെ കൂടാതെയുള്ള മാനസാന്തരത്തിന് മുൻപുള്ള അവരുടെ അവസ്ഥയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വരുവാൻ അവർ എന്തോ കേട്ടു എന്നുള്ളത് സത്യമാണ്. ആ കേൾവിയിലൂടെ അവർ എന്തോ പ്രാപിച്ചു എന്നുള്ളതും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ അവരെന്തായിരിക്കും കേട്ടത്? രക്ഷയുടെ സന്ദേശം. അതെ, രക്ഷയുടെ സന്ദേശം അഥവാ സുവിശേഷം. അത് വ്യക്തമാണ് അവിടെ. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടതും അത് തന്നെയാണ്. മർക്കോസ് 16:15 മുതൽക്കുള്ള വാക്യങ്ങളിൽ
നാം കാണുന്നുണ്ട്. നിങ്ങൾ പോവുക, ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പോവുക. എവിടെ? ഭൂമിയുടെ അറ്റത്തോളം. എന്തിന്? പ്രസംഗിക്കാൻ. എന്തു പ്രസംഗിക്കാൻ? സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടുള്ള സകലരും, അഥവാ രക്ഷിക്കപ്പെട്ടിട്ട് പിന്മാറിപ്പോയവരും എല്ലാവരും തന്നെ ഏറ്റവും ആദ്യം കേട്ടത് രക്ഷയുടെ സന്ദേശമാണ്, സുവിശേഷത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും മനസ്സിലാക്കാം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർക്കുക എന്ന് കർത്താവ് സർദീസിലെ സഭയോട് പറയുമ്പോൾ അതെന്താണ് അവര് പ്രാപിച്ചത്, കേട്ടത് എന്ന് വെച്ചാൽ സുവിശേഷം എന്നുള്ളത് സംശയരഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും നമുക്കറിയാം, 16-ഉം 14-ഉം വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷമാണ് രക്ഷയ്ക്ക് നിദാനം. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന്. 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സകലരോടും സുവിശേഷം നിമിത്തം ഞാൻ കടക്കാരനാണെന്ന്. അപ്പോൾ സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഇവർ കേട്ടത്. കുറെ കൂടെ വ്യക്തമാണ് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. 10-ാം അധ്യായത്തിന്റെ 9 മുതൽക്ക് റോമാലേഖനമാണ് കേട്ടോ, റോമൻസ് ചാപ്റ്റർ 10. റോമർ 10-ാം അധ്യായത്തിന്റെ 9 മുതൽ അതിന്റെ തുടക്കം നമുക്ക് കാണാൻ. സ്തോത്രം. പ്രത്യേകിച്ച് അതിന്റെ 17-ലേക്ക് 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് പൗലോസ് ക്രോഡീകരിച്ചു തരുന്നുണ്ട്. 17-ാം വാക്യം, വേഴ്സ് 17 പ്ലീസ്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. സ്തോത്രം. 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. പക്ഷെ പൗലോസ് ഒരു അവരോഹണ ക്രമത്തിൽ, ഡിസെൻഡിങ് ഓർഡറിൽ ചോദിക്കുന്നുണ്ട്, വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിശ്വസിക്കണം, വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം, പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും പോകണം, പോകണമെങ്കിൽ ആരെങ്കിലും അയക്കണം. സ്തോത്രം. നമ്മൾ നേരത്തെയും ആ ഭാഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പൗലോസ് പറയുന്നതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ, സുവിശേഷമാണ് ഇവർ കേട്ടത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മെ രക്ഷയിലേക്ക് നയിക്കത്തക്കതുപോലെ നാം കേട്ടത് സുവിശേഷമാണ്. ദ ഗോസ്പൽ മെസ്സേജ്. സുവിശേഷം എന്താണെന്നൊക്കെ നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തുവിന്റെ ആളത്വവും യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട രക്ഷണീയ പ്രവൃത്തിയുടെയും സുവിശേഷം എന്നുള്ളത് നമുക്കറിയാം. അതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, യേശു ക്രിസ്തുവിന്റെ ആളത്വം, രക്ഷകന്റെ ആളത്വം. Who Jesus is, the person of Christ, and the work of Christ.
2, രക്ഷകൻ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി. ഈ 2 കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. സ്തോത്രം. The person of Christ and the work of Christ. The finished work of redemption on the cross. സ്തോത്രം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എങ്ങനെ കേട്ടു, അത് നിങ്ങൾ എങ്ങനെ പ്രാപിച്ചു എന്ന് ഓർക്കുക. Here we have an imperative. ഇവിടെ നമുക്കൊരു കൽപ്പനയാണുള്ളത്. ഓർക്കുക, ഓർക്കുക. സ്തോത്രം. Imperative. That also it is a commandment. ഒരു കൽപ്പനയാണ്. It is so authoritative, urgent. It's obligating. It's an obligation. ഇവിടെ നമ്മുടെ ഒരു ബാധ്യതയാണ്, ഒരു കടമാണ്, നാം ചെയ്യേണ്ടതായ വളരെ അത്യാവശ്യപൂർണമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കുക. കൽപ്പന രൂപത്തിലാണ് പറയുന്നത്. റിമെമ്പർ. ഇറ്റ് ഈസ് എ പ്രസന്റ് ഇംപറേറ്റീവ്. ഒരു വർത്തമാനകാല കൽപ്പനാരൂപമാണ്. എന്ന് വെച്ചാൽ കീപ്പ് ഓൺ റിമെമ്പറിങ് എന്ന. കീപ്പ് ഓൺ റിമെമ്പറിങ്. ഒരിക്കൽ നമ്മൾ കേട്ടും പറഞ്ഞ് മാറ്റിവെക്കുകയോ മറക്കുകയോ അല്ല. സ്തോത്രം. അത് മറക്കാതിരിക്കേണ്ടതിനും ഓർത്തുകൊണ്ടേയിരിക്കേണ്ടതിനും ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് തിരുമേശയുടെ ശുശ്രൂഷ പോലും കർത്താവ് സഭയ്ക്ക് ആക്കി തന്നിരിക്കുന്നത്. എന്തിനാ? ഡു ഇറ്റ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. സ്തോത്രം. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി. ക്രൂശിന്റെ ഓർമ്മ, സുവിശേഷത്തിന്റെ ഓർമ്മ. അതായത് സർദീസിലെ ഒരു കൂട്ടർ പിന്മാറിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം എന്താണ്? നോട്ട് റിമെമ്പറിങ് വാട്ട് ഈസ് ഹാപ്പൻഡ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ, സുവിശേഷത്തെ അവര് മറന്നുപോയതാണ്. അവര് മറന്നുപോയതാണ്. സ്തോത്രം. കുറച്ചു നാൾ മുമ്പും നമ്മൾ കണ്ടായിരുന്നു ഗലാത്യർ 3:1 നിന്ന്. ഗലേഷ്യൻസ് 3:1. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? സ്തോത്രം. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി പൗലോസ് വരച്ചു കാട്ടിയിരിക്കുക. സ്തോത്രം. പക്ഷേ എന്ത് ചെയ്തു? ഗലാത്യ വിശ്വാസികൾ മറന്നു കളഞ്ഞു. ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സന്ദേശത്തെ അവർ മറന്നു കളഞ്ഞു. സ്തോത്രം. സുവിശേഷം മറക്കുക, ക്രിസ്തുവിനെ മറക്കുക. ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി വ്യക്തിപരമായി ചെയ്തത് തന്നെ മറക്കുക. അതാണ് പിന്മാറ്റത്തിന്റെ ഒരു പ്രധാന ഘടകം.
സോ സോറി. കേൾക്കാമല്ലോ? സോ സോറി. അപ്പം കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ആത്മീയ മരണത്തിന്, നിങ്ങളുടെ പിന്മാറ്റത്തിന്, നിങ്ങളിൽ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് ഒരു പ്രധാന കാരണം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ക്രൂശിനെയും മറന്നതാണ്. നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയാകട്ടോ. സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിലും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ, പ്രഘോഷണങ്ങൾ, പ്രസംഗങ്ങൾ തുലോം ചുരുക്കമല്ലേ? കൺവെൻഷനുകളിൽ പോലും യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റി പറയുന്നത് വളരെ ചുരുക്കമല്ലേ? സ്തോത്രം. തിരുവത്താഴ സമയത്ത് പോലും ക്രൂശിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയരുതോ? പല സഭകളിലും പലപ്പോഴും അങ്ങനല്ലേ? യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നത് ചുരുക്കമല്ലേ ഇന്ന് നമ്മുടെ സഭകളിൽ? സ്തോത്രം. അതോ എൻ്റെ ഒരു തോന്നലാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ബാസ്. തീർച്ചയായിട്ടും ആണല്ലോ. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാ. ചർച്ച് ഓഫ് ഗോഡിന്റെ കേരളത്തിലെ മുൻ ഓവർസിയർ പക്ഷെ PJ ജെയിംസ് ഒരിക്കൽ ജനറൽ കൺവെൻഷനിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം, ആ വർഷത്തെ ജനറൽ കൺവെൻഷന്റെ ചിന്താവിഷയവുമായി, തീമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം എവിടെയോ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ഒരു സഭയിൽ പോയി ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ചർച്ചിലെ ഒരു സഹോദരൻ വന്നിട്ട് അദ്ദേഹത്തിന് കൈയൊക്കെ കൊടുത്ത് ഒത്തിരി താങ്ക്സ് പറഞ്ഞു യേശുവിനെ പറ്റി പ്രസംഗിച്ചതിന്. അപ്പം ജെയിംസ് സാർ വിചാരിച്ചു ഇദ്ദേഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച് വളരെ സ്നേഹവും താല്പര്യവും ഒക്കെ ഉള്ളത് കൊണ്ട് അതിൽ ആകൃഷ്ടനായിട്ട് വന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചതാണ്. അങ്ങനെ സംസാരിച്ചു വരുന്ന വഴിക്ക് ഈ പാസ്റ്റർ ജെയിംസ് സാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് വളരെ പ്രസംഗങ്ങൾ കേൾക്കാറും ഒക്കെ ഉണ്ടാവില്ല, എല്ലാ യോഗങ്ങളിലും യേശുവിനെ പറ്റി കേൾക്കും, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഒരു സഹോദരൻ വന്ന് ഈ ദൈവദാസനെ അഭിനന്ദിച്ചു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഒടുവിൽ ഇദ്ദേഹം ചോദിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ? അപ്പൊ സഹോദരൻ പറഞ്ഞു, എല്ലാ ദിവസവും എല്ലാ യോഗത്തിലും ഞങ്ങൾ ക്രിസ്തുവിനെ, യേശുവിനെ പറ്റി കേൾക്കാറുണ്ട്. വെരി ഗുഡ്. സഹോദരൻ തിരുത്തി. എപ്പോഴാണെന്നറിയാമോ? ആശീർവാദം പറയുമ്പോൾ പിതാവിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും, അങ്ങനെ ഞങ്ങൾ എല്ലാ യോഗത്തിലും യേശുക്രിസ്തുവിനെ കേൾക്കാറുണ്ട്. അതല്ലാതെ ഞങ്ങളുടെ സഭയിൽ യേശുവിനെ പറ്റി പ്രസംഗിക്കാറില്ലത്രേ. ഇന്ന് വലിയ വലിയ യോഗങ്ങളിൽ പോലും യേശുവിനെ പ്രസംഗിക്കുന്നില്ല. അഥവാ പ്രസംഗിക്കുന്നെങ്കിലും യേശു സൗഖ്യം തരുന്നയാളെന്നും നമ്മുടെ ഭൗതിക ജീവിതത്തിന് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്നയാളെന്നും ഒക്കെയുള്ള നിലയില്ല. അതല്ല. യേശുവിൻ്റെ ആളത്വം, യേശു ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി, ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം,
സ്തോത്രം. ക്രിസ്തുവിന്റെ നിസ്തുലത, ഇതെല്ലാം നമ്മുടെ ഇടയിൽ തന്നെ പ്രസംഗിക്കണം. വിശ്വാസികൾ മാത്രം കൂടുന്ന ചില യോഗങ്ങളിൽ, ചില കൺവെൻഷനുകളിൽ എനിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ, എന്താണ് ഞാൻ ഇവിടെ പ്രസംഗിക്കേണ്ടത്? അതിൽ പല സ്ഥലങ്ങളിലും കർത്താവ് എന്നോട് ഒരേ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. നീ എൻ്റെ സ്നേഹത്തെ കുറിച്ച് എൻ്റെ ജനത്തോട് പറ. എൻ്റെ പുത്രനെ കുറിച്ച് നീ ജനത്തോട് പറ. കേൾക്കാമോ? ഇടയ്ക്ക് പോയായിരുന്നു. സ്തോത്രം. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവപുത്രനെ കുറിച്ചും ജനത്തോട് പറയാന്. അതും പുറത്തുള്ളവരോടല്ല, സഭയ്ക്കകത്തുള്ളവരോട്. ഞാനതുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ തിരുവത്താഴ ദിവസങ്ങളിലെങ്കിലും ആവോളം സമയം യേശുവിനെ പറ്റി പ്രസംഗിക്കുവാൻ ഞാൻ എടുക്കാറുണ്ട്. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചത്, കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹം, പാപികളായ നമ്മോടുള്ള ദൈവത്തിന്റെ തിരുഹൃദയ വിങ്ങൽ, ഇതൊക്കെ നാം ഓർക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതിരിക്കുന്നതിനൊരു കാരണമാകും. അതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ വേണമെങ്കിൽ ഒന്നും കൂടെ പോവുകയാണെങ്കിൽ ഇനി അങ്ങ് ഞാൻ കേറുന്നില്ല. ബാബുവെങ്കിൽ ബാക്കി കാര്യങ്ങൾ അങ്ങ് ചെയ്തോളൂ. സ്തോത്രം. ദൈവം വെച്ചാൽ നാളെ നമുക്ക് പിന്നീട് കൂടാം. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുക. സുവിശേഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹൗ ജോയ്ഫുള്ളി വി റിസീവ്ഡ് the gospel message for the first time. ഏറ്റവും ആദ്യം നാം സുവിശേഷം എത്ര മധുരത്തോടുകൂടെയാണ് കൈക്കൊണ്ടതെന്ന്. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം നാം സുവിശേഷം കേട്ടപ്പോൾ അത് നമ്മിൽ വരുത്തിയ സ്വാധീനം എത്ര വലുതായിരുന്നെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. ആ ഓർമ്മയാണ് കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത് ഉണ്ടാകണമെന്ന്. സ്തോത്രം. ആ ഒരു ഓർമ്മ, സുവിശേഷത്തെ നാം ഓർക്കുക. നമുക്കും ഇന്ന് രാത്രി നാം രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസങ്ങളെ ഒന്ന് ഓർക്കാം. ക്രൂശിൽ യേശു നിവർത്തിച്ച മഹൽ ക്രിയയെ നമുക്കൊന്ന് ഓർക്കാം. നമ്മളോടുള്ള ദൈവസ്നേഹത്തിന്റെ ആഴത്തെ നമുക്കൊന്ന് ഓർക്കാം. സുവിശേഷത്തിന്റെ അന്തസത്തയെ നമുക്കൊന്ന് ഓർക്കാം. സ്തോത്രം. അത് നമ്മെ ക്രൂശിനോട് കുറെ കൂടെ അടുപ്പിക്കും. സ്തോത്രം. കുറെ കൂടെ അടുപ്പിക്കും. ആ ക്രൂശിനെ ഒരിക്കലും നാം മറക്കാതിരിക്കുക. സുവിശേഷത്തിന്റെ സന്ദേശത്തിന്റെ വാഹകരായി നമുക്ക് പോകാം. നമ്മെ കർത്താവിനോട് അടുപ്പിച്ച് നിർത്തുന്നത് ആ ഓർമ്മയാണ്. സ്തോത്രം. അത് ഓർത്ത് മറക്കാതെ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. വീണ്ടും കട്ടാകുന്നതിന്